ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്ത കേക്ക് ആയതുകൊണ്ടാണ് 1.5 കപ്പ് മൈദ എടുക്കുന്നത്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു ക്ലീനായ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. തൈരും വാനില എസൻസും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയും തൈരും നല്ലപോലെ മിക്സായി വരണം, തരിയൊന്നുമില്ലാതെ. അപ്പോൾ കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സായി കിട്ടും. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലും തൈരും നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ മിക്സായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറച്ചായി ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എഗ്ലെസ് കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 50-55 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 1 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പകുതി ക്രീം എടുത്ത് അതിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ഷുഗർ, 1/2 കപ്പ് വെള്ളവും ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഒരു ബ്രഷ് വെച്ച് കേക്കിലേക്ക് ആക്കി കൊടുക്കാം. ഒരുപാട് ആക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒരു ബ്രഷ് വെച്ച് ആക്കി കൊടുത്താൽ മതി. ഇനി ക്രീം ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കുറച്ച് മിൽക്ക് മെയ്ഡും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ലെയറും നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
തന്നെ ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒരു ലെയറിൽ മാത്രം ആക്കി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ലെയറുകളെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൈഡെല്ലാം നല്ല ഫിനിഷായി കിട്ടിക്കോളും. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അവർ സിമ്പിൾ ഡിസൈൻ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് ഹാർട്ട് ഷേപ്പുള്ള കട്ടർ വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് റെഡ് കളറിലുള്ള ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ഒരു പേരും എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.